സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ആർ വി ബാബു, ഈ ശോഭായാത്ര അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായി ആചാരത്തെ മാത്രം ഊന്നിക്കൊണ്ട്, വിശ്വാസത്തെ മാത്രം ഊന്നിക്കൊണ്ട് ഒരു സമൂഹം സ്വയമേവ തെരുവിലേക്ക് ഇറങ്ങി വരുന്ന ഐക്യപ്പെടലായും ആഘോഷമായും മാത്രം കാണാൻ കഴിയുമോ? ആ രൂപത്തിലത് നടത്തുന്ന ചെറിയ സംഘടനകളുണ്ട്. പക്ഷേ ഈ ബാലഗോകുലത്തിൻ്റെ മറവിൽ ഒളിച്ചു കടത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയമുണ്ട് എന്നത് നിസ്തർക്കമല്ലേ? അതാണ് ഇവിടെ പ്രതിരോധിക്കുന്നത്. അത് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നിങ്ങളിൽ നിന്ന് പല കാരണങ്ങളാൽ കണ്ണൂരിലെ തന്നെ CPM-ലേക്ക് പോയ നിങ്ങളുടെ പ്രവർത്തകർ അപ്പുറത്തെത്തിയപ്പോൾ അവർ നടത്തുന്നത് എന്താണ്? ഗണേശോത്സവം. അവർ നടത്തുന്നത് എന്താണ്? ഇപ്പോൾ അമ്പാടിമുക്കിൽ പായസ വിതരണം, ശോഭായാത്ര, ഉറിയടി. അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ ശൈലിയുടെ കൂടെ തന്നെ പ്രശ്നമാണ്. ചേരി മാറിയാൽ പോലും വിടാതെ നിൽക്കുന്ന ഒന്നാണ് അത് എങ്കിൽ അത് ആഴത്തിലുള്ളതുമാണ്. അപ്പോൾ നിഷ്കളങ്കമായി നിർവഹിക്കപ്പെടുന്ന ഒന്നായി ഇതിനെ കാണാൻ കഴിയില്ല എന്നെങ്കിലും തുറന്നു കാട്ടാൻ CPM-ന് എത്ര ഗൃഹപാഠം ചെയ്യുന്നതിൽ പിഴവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ആ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടില്ലേ? വേണു, ഇതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യവുമല്ല. അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം നിങ്ങൾ നോക്കൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം കേരളത്തിൽ ഹിന്ദു സമൂഹത്തിനുള്ളിൽ വളരെ വലിയ തോതിൽ ഒരു അഹൈന്ദവൽക്കരണം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിരീശ്വരവാദത്തിലും ഭൗതികവാദത്തിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ഹൈന്ദവ സമൂഹമാണ് കേരളത്തിൽ. യഥാർത്ഥത്തിൽ ഈ നവോത്ഥാന നായകന്മാരൊക്കെ അവരുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ട് അവർ പ്രവർത്തിച്ചത് ആധ്യാത്മികതയെ മുൻനിർത്തിക്കൊണ്ടാണ്. ആധ്യാത്മികതയുടെ അടിസ്ഥാനപ്പെടുത്തി നാരായണ ഗുരുദേവനാവട്ടെ, ചട്ടമ്പിസ്വാമി ആകട്ടെ, അയ്യങ്കാളിയുടെ ഗുരു സദാനന്ദ ഗുരുസ്വാമികളാണ്. ഇതേപോലെ ഓരോ നവോത്ഥാന നായകന്മാരും അവരുടെ പ്രവർത്തനത്തിന് സഹായകരമായിട്ടും അവരുടെ പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചതും ആധ്യാത്മികത കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പക്ഷേ അതിനുശേഷം ആ നവോത്ഥാന പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ വിഭാഗത്തിനുള്ളിൽ നിന്നും അവരുടെ ആധ്യാത്മികത ചോർത്തിക്കളഞ്ഞ് അവരെ ഒരു അഹൈന്ദവൽക്കരണത്തിൻ്റെ രീതിയിൽ കൊണ്ടുപോയി. അവർ ഹിന്ദുത്വത്തോട് തികഞ്ഞ പുച്ഛം, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക, ഇങ്ങനെ തികച്ചും ഒരു ഹിന്ദു വിരുദ്ധമായ നിലപാടിലേക്ക് ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ കൊണ്ടുപോയി. അപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ തകരാൻ തുടങ്ങി, ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി കത്തിക്കാൻ പോലും ആളില്ലാതെയായി. അങ്ങനെയുള്ളൊരു ഹൈന്ദവ സമൂഹത്തെയാണ് ഞങ്ങൾ നേരിട്ടത്, ഞങ്ങൾ കണ്ടത് അങ്ങനെയാണ്. ആ ഹൈന്ദവ സമൂഹത്തെ ഞങ്ങൾ സംഘടിപ്പിക്കാനും അവരിൽ ആധ്യാത്മിക ബോധം സൃഷ്ടിക്കാനും അവരിൽ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചൊക്കെ ബോധം ജനിപ്പിക്കാനും ഞങ്ങൾ പല പല പരിപാടികൾ ആസൂത്രണം ചെയ്തു. അതിലൊന്നാണ് ശ്രീകൃഷ്ണ ജയന്തി, അതിലൊന്നാണ് ശ്രീരാമായണ മാസം. ഇതേപോലെ ഒട്ടനവധി പരിപാടികൾ അഹൈന്ദവൽക്കരിക്കപ്പെട്ടു പോയ ഹിന്ദു സമൂഹത്തിനുള്ളിലേക്ക് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ദേശീയതയെയും പകർന്നു നൽകുന്ന ഒട്ടനവധി പരിപാടികൾ സംഘപ്രസ്ഥാനങ്ങൾ, ഹിന്ദു സംഘടനകൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിനെ രാഷ്ട്രീയ ലക്ഷ്യമായിട്ട് കാണുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അവർ ഇതുവരെ ഉയർത്തിയിരുന്ന മുദ്രാവാക്യങ്ങൾ യേശുന്നില്ല എന്ന് മനസ്സിലായി. പഴയ മുദ്രാവാക്യങ്ങൾ ഞാൻ ഇടപെടുകയാണ്. വ്യക്തമാണ് താങ്കളുടെ വിശദീകരണം. ശ്രീ NE സുധീർ, അങ്ങ് കണ്ണൂരിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. രാഷ്ട്രീയമായി നല്ല വേരോട്ടം ഇടതു പ്രസ്ഥാനത്തിന് CPM-നുള്ള ഒരു സ്ഥലവുമാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ശോഭായാത്ര അടക്കമുള്ള കാര്യങ്ങളിൽ CPM ജില്ലാ നേതൃത്വത്തിന് ഇത്ര ആശങ്ക? എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി ഈ ഗണേശോത്സവം അടക്കമുള്ളവ സംഘടിപ്പിക്കേണ്ട ഗതികേടിലേക്ക് ഈ പ്രസ്ഥാനം മാറിയത്? കണ്ണൂരിലാണല്ലോ RSSന് ഏറ്റവും കൂടുതൽ ശാഖയുള്ളത്. BJP-യുടെ കേന്ദ്ര നേതൃത്വം എപ്പോഴും തലപുകയ്ക്കുന്ന കാര്യമാണ്. ഇത്രയും ശാഖകൾ ഉണ്ടായിട്ടും വളരാൻ കഴിയുന്നില്ലല്ലോ സംഘത്തിന് കേരളത്തിൽ, BJP-ക്ക് കേരളത്തിൽ എന്ന്. അതൊരു രാഷ്ട്രീയ പ്രതിരോധം കൊണ്ടാണല്ലോ. അത്ര ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആശങ്കയും ഉത്കണ്ഠയും അരക്ഷിതത്വവും? ആര് വേണമെങ്കിലും കടന്നു വന്നോട്ടെ, അവർ ഏത് തരം പ്രചരണപരമായ ആചാരങ്ങളിലാണോ നിന്നിരുന്നത്, അത് ഈ ക്യാമ്പിൽ വന്നാൽ ഇവിടെയും ഞങ്ങൾ സ്വാഗതം ചെയ്ത് അതിനുള്ള സജ്ജീകരണം ഉണ്ടാക്കിത്തരും എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അടിസ്ഥാനപരമായി കണ്ണൂരിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ നേരത്തെ ബാബു പറഞ്ഞതുപോലെ
കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തെ പോലെ തന്നെ കണ്ണൂരിൻ്റെ സാമൂഹിക പരിസരത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞ ഈ ഹൈന്ദവവൽക്കരണം എന്ന് ബാബു പറഞ്ഞില്ലേ, അതിൻ്റെ ഈ ഹൈന്ദവവൽക്കരണം എന്ന് പറയുന്നതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിഹൈന്ദവവൽക്കരണമാണ്. ഈ അതിഹൈന്ദവവൽക്കരണത്തിന് തയ്യാറാവാത്തൊരു സമൂഹം കേരളത്തിൽ ഏറ്റവും ശക്തമായി വേരോടി ഉണ്ടായിരുന്നത് ഒരു 70കൾക്ക് മുമ്പേ വരെ ഉണ്ടായിരുന്ന കണ്ണൂരിലാണ്. ഈ കണ്ണൂരിൽ ഒരുപക്ഷെ നവോത്ഥാന മൂല്യങ്ങൾ അതിൻ്റെ എല്ലാ ഊർജ്ജത്തോടു കൂടിയും നടപ്പിലാക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അത് കണ്ണൂരിലോ അല്ലെങ്കിൽ കണ്ണൂരിന് മലബാറിൻ്റെ പരിസരത്തോ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ തികച്ചും സ്വാഭാവികമാണ് ഒരു വർഗീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ പാർട്ടിക്കോ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള അതിൻ്റെ ക്രെഡിറ്റും കൊടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും അവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു. അതിൻ്റെ ഒരു സംസ്കാരം അവിടെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിന് തുടർച്ചയുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിൻ്റെ രാഷ്ട്രീയത്തിന് കണ്ണൂരിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ആ രാഷ്ട്രീയ ബോധത്തിലൂടെ കണ്ണൂരിൻ്റെ അത്തരത്തിലുള്ള നവോത്ഥാന പ്രസക്തി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പ്രസക്തിക്ക് നഷ്ടമുണ്ടാവുകയും അതുവഴി അത് അവരുടെ മൂല്യങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പോയതോടുകൂടി കമ്മ്യൂണിസ്റ്റ് സമൂഹവും അവിടെ ശോഷിക്കുകയും അവിടെ മെല്ലെ മെല്ലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വർഗീയവാദികളും അതുപോലെ അല്ലെങ്കിൽ അതിഹൈന്ദവരും ഒക്കെ കടന്നു വരികയും ചെയ്തു എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് കണ്ണൂരിനെ രണ്ടുപേരും കാണുന്നത്. ഒന്ന്, അവർക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷം നടത്തുന്നു, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടന്നു. അതുപോലെ തന്നെ നമ്മുടെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തോടുകൂടി കണ്ണൂരിലേക്ക് അതിക്രമിച്ച് കടക്കുവാൻ വർഗീയ BJP ഉൾപ്പെടെയുള്ള വർഗീയ കക്ഷികളും കടന്നു ചേരുന്നു. കണ്ണൂരിൻ്റെ സ്വഭാവത്തിനാണ്, കണ്ണൂരിൻ്റെ സാമൂഹ്യ മനസ്സിനാണ് മാറ്റം വന്നിട്ടുള്ളത്. അത് വലിയ മാറ്റമാണ്, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട മാറ്റവുമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിലുള്ള നവോത്ഥാന മൂല്യങ്ങൾ സമൂഹത്തിൽ ഇഴകിച്ചേർന്ന് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് മലബാർ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല സാമൂഹ്യ ചിന്തകന്മാർ എന്നോട് വിയോജിക്കുമെന്നുള്ളത്. അത്തരത്തിലാണ് ഞാനതിനെ കാണുന്നത്. ശ്രീ CR നീലകണ്ഠൻ, ഇത്ര രാഷ്ട്രീയമായി കാർക്കശ്യത്തോടെ പ്രതികരിക്കുന്ന ജനത കണ്ണൂരിലുണ്ടായിരിക്കെ എന്തുകൊണ്ട് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ CPM പെട്ടെന്ന് ദൗർബല്യം അഭിമുഖീകരിക്കുന്നു? RV ബാബു വ്യക്തമായി പറഞ്ഞില്ലേ, ഹൈജാക്ക് ചെയ്തു CPM എങ്കിൽ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്കറിയാം. അത് അവരുടെ ആത്മീയ അരക്ഷിതത്വം അവർ നേരിട്ടിരിക്കുന്നു. അത് വീണ്ടെടുക്കുവാനുള്ള പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനുമേൽ അതേ ചിഹ്നങ്ങൾ കൊണ്ട് തന്നെ പ്രതിരോധമോ അല്ലെങ്കിൽ പോംവഴികളോ കണ്ടെത്താൻ CPMന് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ഗണേശോത്സവം സംഘടിപ്പിക്കേണ്ടി വരുന്നു? അല്ല, അതിന് പ്രധാന കാരണം നേരത്തെ ആസാദ് പറഞ്ഞു, ഇപ്പോൾ സുധീർ മാഷ് പറഞ്ഞു, എല്ലാം ഒന്ന് സ്വന്തമായ ഒരു നവോത്ഥാനത്തിൻ്റെ തുടർച്ച കൊണ്ടുവരാൻ CPMന് കഴിഞ്ഞില്ല പല സ്ഥലത്തും. ഇപ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ജാതിയില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു. ഇത് രണ്ടും നവോത്ഥാനത്തിൻ്റെ രണ്ട് പ്രധാന മുദ്രാവാക്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഇത് നമുക്ക് അങ്ങനെ തന്നെ ഒരു പൊതു സമൂഹ മുദ്രാവാക്യമാക്കാൻ പറ്റുമോ? ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കാം. ഇവിടുത്തെ ഒരു ദളിതൻ അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ദളിതൻ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവൻ ഒന്ന് സംവരണം വേണമെന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. ഇതൊരു OBC-കാരൻ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അവർക്ക് സംവരണം വേണം. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കില്ലല്ലോ. സംവരണം എന്നൊരു സംഭവത്തെ തള്ളിക്കളയാൻ പറ്റുമോ? അപ്പോൾ ജാതി എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാനിത് പറഞ്ഞത് സൂക്ഷ്മമായി നോക്കുമ്പോൾ മുദ്രാവാക്യം കോപ്പി അടിക്കേണ്ടി വരുന്നതിൻ്റെ പ്രതിസന്ധിയാണിത്. മുദ്രാവാക്യത്തിൻ്റെ സത്ത കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ വളർച്ചയാണ്. മുദ്രാവാക്യമായിട്ടല്ല എടുക്കേണ്ടത്, ഒരു മുദ്രാവാക്യത്തിൻ്റെ വളർച്ചയാണ്. ആ വളർച്ച കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് 90-കൾക്ക് ശേഷം ഇപ്പോൾ ആഗോളവൽക്കരണം എന്ന് പറയുന്നു, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെന്ന് പറയുന്നു. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ തകർച്ചയിൽ വന്ന ഒരു പ്രധാന ചോദ്യം എന്താണ്? മതം വലിയൊരു പങ്ക് അതിൽ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോളണ്ടിലൊക്കെ അത് പരസ്യമായി വന്നു. മതം വലിയൊരു പങ്ക് വഹിച്ചു. മതവുമായുള്ള മാർക്സിസ്റ്റ് സംവാദം എങ്ങനെയാകണമെന്നതിനെക്കുറിച്ച് ലോകം മുഴുവൻ വലിയ ചർച്ച നടന്നു. വിമോചന ദൈവശാസ്ത്രം പോലെയുള്ള പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ തന്നെ ലോകത്ത് ഉയർന്നു വന്നു. ഇടതുപക്ഷത്തിൻ്റെ സമീപനം എന്താവണം? ഇപ്പോൾ വിമോചന ദൈവശാസ്ത്രം ഉന്നയിക്കുന്ന ഒരു മൂല്യങ്ങളുണ്ട്. ഞാനതിനെ പൂർണ്ണമായി അങ്ങനെ ചെയ്യണമെന്നല്ല. അത് ഇന്ത്യ ഇടതുപക്ഷത്തിന് കൈക്കൊള്ളാൻ കഴിയാതിരുന്നത്, അത് കൈക്കൊണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഇങ്ങനെയാകുമായിരുന്നില്ല. ഇപ്പോൾ പള്ളിക്കും ഇപ്പോൾ നേരത്തെ RV ബാബു പറഞ്ഞു ഞങ്ങൾ ഹൈന്ദവൽക്കരിച്ചു, സുധീർ മാഷ് പറഞ്ഞു അതിഹൈന്ദവൽക്കരിച്ചു. ഞാനിത് രണ്ടുമല്ല പറയുന്നത്.
കേരളത്തിൽ ഒരു ഹൈന്ദവത നഷ്ടപ്പെടലൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ആളുകളും ഒക്കെ ശബരിമലയ്ക്ക് പോയിരുന്ന കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊന്നും തർക്കമേ ആയിരുന്നില്ല. പക്ഷേ അത് അതും ഉണ്ടായിരുന്നു. അത് വിശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അതുണ്ടായിരുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ നവോത്ഥാനത്തെ ആധുനിക രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിയാതെ പോയി ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ കുറച്ച് ഇപ്പോൾ ദളിതൻ്റെ വിഷയത്തിൽ ഏറ്റെടുക്കുകയായിരുന്നെങ്കിൽ, അടിച്ചമർത്തപ്പെട്ടവൻ്റെ വിഷയത്തിൽ ഏറ്റെടുക്കുകയായിരുന്നെങ്കിൽ, നമ്മൾ വർഗമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അംബേദ്കർ മാർക്സ് ഡിബേറ്റൊക്കെ ലോകത്തിൽ വളരെ പ്രസിദ്ധമാണ്. എങ്ങനെയാണ് ഒരു ദളിതൻ ക്ലാസിനെ കാണുന്നത് എന്ന ചോദ്യം അംബേദ്കർ ഗാന്ധിയോട് എങ്ങനെ ഗ്രാമസ്വരാജ് എന്ന് ചോദിച്ചതുപോലെ അതേ ചോദ്യം മാർക്സിസ്റ്റുകളോടും അംബേദ്കർ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പൊന്തി വരികയാണ്. കലാപം ശരി, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ശ്രീ എം പി ജയരാജൻ, നിങ്ങൾ അഹൈന്ദവവൽക്കരിച്ചു, അവരെ ഹൈന്ദവവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് RV ബാബു പറയുന്നു. പക്ഷേ NE സുധീർ ചൂണ്ടിക്കാട്ടുന്നു അത് അതിഹൈന്ദവവൽക്കരണമാണ് നടക്കുന്നത്. നിങ്ങൾ ആ ആപത്തിനെ നേരിടുകയാണ് എങ്ങനെ? കുറേയൊക്കെ ഹൈന്ദവവൽക്കരിച്ച് ഞങ്ങളുടെ ഒപ്പം നിങ്ങളെ നിർത്താം എന്ന നിലയിൽ. അവിടെയാണ് ശ്രീ CR ചൂണ്ടിക്കാട്ടുന്നത് പോലെ നവോത്ഥാന മൂല്യങ്ങളെ ആധുനിക സാഹചര്യത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന ശരിയായ പ്രതിരോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കോപ്പിയടിച്ച മുദ്രാവാക്യങ്ങളിലേക്ക് നിങ്ങൾ അതുകൊണ്ട് പരിമിതപ്പെടുന്നു. നാല് പേരും CPM-നെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് 4 പേർക്കും കൊടുത്ത സമയം എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ? വേണു, എനിക്ക് ഒരു ഇടവേളയിൽ കൂടി പോകണം. അതിനുശേഷവും ഒരു അവസരം തരാം. പക്ഷേ സമയപരിമിതി വെച്ചുകൊണ്ട് എന്നോടൊന്ന് സഹകരിക്കും. മറുപടി പറഞ്ഞില്ല. അതെ, അപ്പോൾ തരാം. അപ്പോൾ ഞാൻ തുടങ്ങാം. ഒന്ന്, ഇപ്പം നടത്തിയ പരിപാടി ശോഭയാത്ര ബദൽ പരിപാടി ആയിരുന്നില്ല. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമൊന്നും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല. RSS ശ്രീകൃഷ്ണ ജയന്തി ഹൈജാക്ക് ചെയ്തു. അഷ്ടമി രോഹിണി നാളിൽ വിശ്വാസികൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. ശിവരാത്രി വിശ്വാസികൾ ശിവക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-ക്കാരുമായിട്ടുള്ള വിശ്വാസികൾ പോകുന്നുണ്ട്. അതൊക്കെ നടക്കും. വിശ്വാസത്തോടും മതത്തോടും മാർക്സിസ്റ്റുകാരുടെ സമീപനം യഥാർത്ഥത്തിൽ വിശ്വാസികൾ കൂടി അണിനിരക്കുന്ന വർഗപ്രസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയാണ് വർഗ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അത് മതവിരുദ്ധമല്ല, വിശ്വാസത്തിന് എതിരല്ല. പിന്നെ ഹൈന്ദവവൽക്കരണമോ അതിഹൈന്ദവവൽക്കരണമോ അല്ല ഞങ്ങൾ നടത്തുന്നത്, മനുഷ്യവൽക്കരണമാണ്. ഞങ്ങൾ കോപ്പിയടിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് വർഗീയതക്കെതിരായി മാനവ സംഗമം സംഘടിപ്പിക്കുന്നത്, മതഭീകരതക്കെതിരായി മനുഷ്യ സംഗമം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ കോപ്പിയടിക്കലല്ല. പക്ഷെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഇവരെല്ലാം പറയുമ്പോൾ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങളെ അവർ അംഗീകരിക്കുന്നു. ആ മൂല്യങ്ങൾ ഇന്ന് ചവിട്ടി അരക്കപ്പെടുകയല്ലേ BJP-യും RSS-ഉം. അത് ഏറ്റെടുക്കുന്ന CPM-നെ കുറ്റപ്പെടുത്താമോ? വിമർശനം നല്ലതാണ്. പക്ഷേ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന CPM-വുമായി സഹകരിക്കേണ്ട. ഇവിടെ ശരിയായ ഒരു നിരീക്ഷണം നടത്തി. വർഗപ്രശ്നങ്ങൾ ഏറ്റെടുക്കണം. തീർച്ചയായും ഉനയിൽ അഹമ്മദാബാദ് മുതൽ നടന്നു വന്ന 340 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ ജാഥയിൽ, അസ്മിത യാത്രയിൽ കർഷക സംഘത്തിൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നു, SFIയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു, മറ്റു വർഗ സംഘടനകളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. പങ്കെടുത്തവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല. ശരി, ശ്രീ എം പി ജയരാജൻ, ഞാൻ വേഗം ഒരു ഇടവേളയ്ക്ക് പോകുന്നു. അതിനുശേഷം അങ്ങയിലേക്ക് തന്നെ വരാം. അങ്ങേക്ക് കഷ്ടി ഒരു 1.5 മിനിറ്റ് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടവേള.